നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ്. 977 ഗോളുകളായിട്ടുണ്ട്. 23 ഗോളുകൾ കൂടി മതി 1000 ഗോളുകളെന്ന ആ സമ്മോഹനമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ. സോ ഇന്ന് ഗോളിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, നമുക്ക് പറയാം. ദി ഗോട്ട് പ്ലേസ് ടുഡേ. ഗോളിൻ്റെ ഗോട്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ ഇത്തിഫാഖുമായിട്ട് അൽ നസർ കളിക്കുന്നത്. മത്സരത്തിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ തന്നെ ദമ്മാമിലെത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം നടക്കുന്ന കരുതണം. കാരണം അൽ ഇത്തിഫാഖ് അങ്ങ് താഴ്ന്നു കൊടുക്കുന്ന തരത്തിലുള്ള ടീമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കളിച്ച 2 കളികളും അവരും വിജയിച്ചിട്ടുണ്ട്. ഇത്തിഫാഖിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും അൽ നസറിന് കടുത്ത ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ കളിയിലും അതിൽ നിന്നും വ്യത്യസ്തമായതൊന്നും നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഈ പുതിയ കോച്ച് ആൻഗെ പോസ്റ്റെക്കോഗ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു റിയൽ ടെസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ആരൊക്കെയായിരിക്കും ഇന്ന് അൽ നസറിൻ്റെ പ്ലേയിങ് 11 എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരിക്കും. അദ്ദേഹത്തോടൊപ്പം മറ്റ് വിദേശ സൂപ്പർ താരങ്ങൾ കിങ്സ്ലി കോമനും സാദിയോ മാനയും ജാവോ ഫെലിക്സും ഒക്കെ ഉണ്ടാവും. മധ്യനിരയിൽ ഇന്ന് സാമു കോസ്റ്റ തിരിച്ചെത്തും. കാരണം കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തും. ഡിഫൻസിൽ അലംബ്രിയും അതുപോലെ മാർട്ടിനസും ചേർന്നുകൊണ്ട് സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇന്നും കളിക്കുമെന്നാണ് ലഭ്യമാവുന്ന സൂചന. സിമാക്കൻ ഒരു പക്ഷേ വീണ്ടും പുറത്തിരുന്നേക്കും. ഇരുപാർശ്വങ്ങളിലായിട്ട് അൽ നജിദയും ബൗഷലും ഉണ്ടാകും. നമ്മൾ അൽ നസറിൻ്റെ ഒരു 11 നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ മാർട്ടിനസും അലംബ്രയും ബൗഷലും അൽ നജിദയും, മധ്യനിരയിൽ സാമു കോസ്റ്റയും ജാവോ ഫെലിക്സും ഏഞ്ചലോ ഇപ്പം ഇന്നും ഫോമിലാണുള്ളത്. മുന്നേറ്റത്തിൽ കിങ്സ്ലി കോമലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും. എന്തായാലും ഇത്തിഫാഖ് ഒരു സ്ട്രോങ് സൈഡാണ്. ഓൾവേസ് മേക്കിംഗ് തിങ്സ് ഡിഫിക്കൽട്ട് എന്ന രൂപത്തിലാണ് അവർ അൽ നസറിനെതിരെ കളിക്കാറുള്ളത്. സോ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിലേക്ക് ഇന്ന് അൽ നസർ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. CR7 കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ഇറങ്ങിയതെങ്കിൽ ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.